ഹേ ഗായ്സ്, ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ പലതരം ജീപ്പുകൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മഹീന്ദ്രയുടെ ഓണറായിട്ടുള്ള ആനന്ദ് മഹീന്ദ്ര പോലും കണ്ടാൽ ഞെട്ടിപ്പോകുന്ന രീതിക്കുള്ള മോഡിഫൈ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളൊരു വാഹനമാണ് നമ്മളിത് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഞാൻ ഇപ്പോൾ ഇന്നുള്ളത് മലപ്പുറം വേങ്ങരയിലാണ്. അപ്പം മലപ്പുറം വേങ്ങരയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മിനിയേച്ചർ ജീപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ആദ്യം നമുക്ക് ഓണറെ പരിചയപ്പെടാം. നിങ്ങളുടെ പേര്? പേര് ഉസ്മാനാണ്. ഉസ്മാൻ. സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം വേങ്ങര ഊരകം നെല്ലിപ്പറമ്പ് വടക്കേക്കുണ്ട്. ഊരകം നെല്ലിപ്പറമ്പാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു മിനിയേച്ചർ ജീപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ്? എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നിർമ്മിച്ചു? കാരണം നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് പല ടൈപ്സ് ഓഫ് ഒരു ടോയ്സിന്റെ കാറ്റഗറി വരെയാണ്, പല ടൈപ്പ് വണ്ടികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വാഹനം നിർമ്മിക്കുക അല്ലെങ്കിൽ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ള ഒരു സംഭവം, ഒരു കൺസെപ്റ്റ് വന്നത്? ഒന്നാമത് രണ്ട് കാര്യങ്ങൾ തന്നെയല്ലേ. ഒന്ന്, നമുക്കവിടെ 1996 കാലഘട്ടങ്ങളിലെ റോഡിലെ രാജാവ് ജീപ്പ് തന്നെ. തീർച്ചയായും ആ ഒരു ജീപ്പിനോടുള്ള ക്രേസ് ഒന്നും നിന്നിട്ടില്ല, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ മാത്രമല്ല, അതിങ്ങനെ ജീപ്പ് ഇന്ന് വർക്ക്ഷോപ്പ് കയറി കഴിഞ്ഞാൽ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്തു, ജീപ്പ് അതൊരു ഇതായിട്ട് അതിനോടുള്ള ഒരു കുട്ടികൾക്കുള്ള ഒരു ക്രേസ് വാഹനങ്ങളോട് തീർച്ചയായിട്ടും. പിന്നെ ചെറുപ്പത്തിലെ കുട്ടികൾക്കുള്ള ഒരു താല്പര്യം, ഇതിമോ ഡ്രൈവിങ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അനായാസം വണ്ടി ഓടിക്കാൻ കഴിയും. ഇതിപ്പോ നമ്മള് എല്ലാ ഫംഗ്ഷനും നമ്മള് സാധാ ജീപ്പ് പോലെ തന്നെയാണോ? എല്ലാ ഫംഗ്ഷനും ജീപ്പ് പോലെ തന്നെയാണ്. എല്ലാം ഒരു മിനിയേച്ചർ എന്നുള്ള കൺസെപ്റ്റ് അല്ല, എല്ലാം വർക്കിംഗ്. പക്ഷെ ഇതിവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല്, കുട്ടികൾ ഓടിക്കുമ്പോ ഇതിനൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ലോക്ക് ഇട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കുട്ടികൾ ഇത് യൂസ് ചെയ്യുന്നത്. സേഫ്റ്റിന്റെ അത് നമ്മളെ പ്രോപ്പർട്ടിയിൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, ഇത് കുട്ടികൾ യൂസ് ചെയ്യാറുള്ളൂ. പുറത്തേക്ക് എന്തായാലും ഇതല്ല. അതേ ദിവസത്തിൽ നമുക്കൊരു ജീപ്പിന്റെ ഉപയോഗത്തിൽ എന്ത് ചെയ്യാം, അതിന്റെ പെർഫോമൻസ് ഒക്കെ ആ ഒരു രീതിയിൽ തന്നെ, അത്ര തന്നെ അല്ലെങ്കിലും ഒരു അധികം എല്ലാ കാര്യങ്ങളും. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ ഹൈറേജും, പിന്നെ അതുപോലെ നമ്മുടെ പിന്നെ ഓഫ് റോഡിലൊക്കെ വളരെ നല്ല. അതെ, നമ്മൾ ഒരുപാട് തവണ ഓടിച്ചിട്ടും എല്ലാ കാര്യം നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെയാണ്, ഇവിടെ മിനിയൂട്ടി ഉള്ള സ്ഥലത്തൊക്കെ ആ കാറ്റൊക്കെ അത് ഈസി ആയിട്ട് കയറും. അപ്പൊ ഓഫ് റോഡൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. നമുക്ക് എല്ലാം ഇപ്പൊ ഇതിൽ 4 വീലും ഫംഗ്ഷൻ ആണോ? 4 വീലും ഫംഗ്ഷൻ? 4 വീല്, 4 വീൽ ഇല്ല, 2 വീൽ തന്നെ. 2 വീൽ തന്നെ ഓഫ് റോഡ് ഒക്കെ കയറുന്നുണ്ട്. ഓഫ് റോഡ് ഫുള്ള് കയറുന്നുണ്ട്. പക്ഷെ ഇതിന് 6 ഗിയറാണ്. പിന്നെ അതില് അതാണ് വലിയൊരു ഹൈലൈറ്റ് പറഞ്ഞത്. നമ്മള് സാധാരണ ഒരു മിനിയേച്ചർ പോലെയല്ല, ഇതിന്റെ ഗിയറൊക്കെ ഫംഗ്ഷനിലാണ് വരുന്നത്. തീർച്ചയായിട്ടും. അതൊക്കെ എങ്ങനെ, ഇതിപ്പോ ഏത് എഞ്ചിനാ വരുന്നത്? എഞ്ചിൻ ഇത് മോട്ടോർ സൈക്കിളാണ്. R15 യമഹന്റെ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഗിയർ ബോക്സ് കൊടുത്തിട്ടുള്ളത് കാറിന്റെ ഗിയർ ബോക്സ്. അപ്പൊ അങ്ങനെ എല്ലാം ഫംഗ്ഷണൽ ആയിട്ടുള്ള 6 ഗിയറെല്ലാം സാധാരണ പോലെ തന്നെ വണ്ടിക്ക് ഉണ്ടാകുന്ന ഗിയറുകള് ഫുള്ള് കാറിന്റെ പോലെ തന്നെ ജീപ്പിന് ഉണ്ടാകുന്ന പോലെ ഫുൾ ഗിയർ ഉണ്ട്. പിന്നെ ഐ ഗിയർ വരെ ഉണ്ട്. എല്ലാം ഉണ്ട്. ഐ ഗിയർ ഉണ്ട്. അപ്പൊ എല്ലാം ഫംഗ്ഷണൽ ആണ്. തീർച്ചയായിട്ടും. ഇവിടെ ഐ ഗിയർ ഉപയോഗിക്കുന്ന ഒരു കയറ്റം ഈ അടുത്ത പ്രദേശത്ത് ഇടേണ്ടി വന്നിട്ടില്ല. ആരും കൂടി ചോദിക്കാനുണ്ട്, എത്ര ആളെ വെച്ചെടുത്ത് പോവല്? മാക്സിമം 4 ആള് എന്ത് ചെയ്തിട്ടുണ്ട്, 4-5 കുട്ടികൾ. എത്ര ആള് പോകും? കുട്ടികൾ ഒരു 10-12. ഈ ഒരു മിനിയേച്ചറിലാണ് ഒരു 10 ആള് പോകുന്നത്. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം അന്ന് ചെറുതായിരുന്നു, മകന് വേണ്ടിയിട്ടാണ് ഇതാണ് എന്റെ മകന്, മൂത്ത മകനാണ്. ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി ഭ്രാന്തനാണല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ നേരെ താഴെയുള്ള കുട്ടിയാണത്. അവരൊക്കെ എന്ത് ചെയ്തു, പഠിച്ചു. ഈ 2 ആൾക്ക് വേണ്ടിയിട്ടാണ് ഈ വാപ്പ നമുക്ക് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഇത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ നമ്മള് മക്കളെ വണ്ടി ഭ്രാന്ത് പലരും അങ്ങനെ കാര്യമായിട്ട് എടുക്കാറില്ല. അപ്പൊ ഉപ്പന്നെ അങ്ങോട്ട് എന്ത് ചെയ്തു, ഒരു വണ്ടി അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്ത് അവരങ്ങോട്ട് എൻജോയ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. നമുക്കിപ്പോ ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോണിലാണ് കൂടുതൽ കുട്ടികൾ അഡിഷൻ ആയിട്ടുള്ളത്. പിന്നെ അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് എന്തായി, നമ്മൾ അത്തരം ഇതുകളെ കുറക്കാനും ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഒരു വണ്ടിനോടുള്ള ഒരു കൂടുതൽ പഠിക്കാനും, അതിന്റെ ഓയിൽ ചേഞ്ച് ചെയ്യല്, അതുപോലെ തന്നെ അതിന് ഗ്രീസ് അടിക്കല്, കൈകല്, വണ്ടിയെ കുറിച്ച് ഓടിക്കല്. ഇനിയിപ്പോ ഇവർക്കൊക്കെ പറഞ്ഞാൽ വലുതായി കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കേണ്ടെന്ന ഒരു ഇതുള്ളൂ. 4 വീലറിന് എല്ലാം വണ്ടിയെ കുറിച്ചുള്ള എല്ലാം പഠിഞ്ഞു കഴിഞ്ഞു. ഇനിയൊരു വണ്ടി ഓടിക്കുക എന്നുള്ളത് ഏത് ഇതാണെങ്കിലും ശരി, മറ്റൊരു സാധാ ജീപ്പാണെങ്കിലും ഒരു പിന്നെ കാറാണെങ്കിലും അനായാസം ഒരു കൈകാര്യം ചെയ്യും. ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താ പറയുക, ഇങ്ങനെ ഒരാളെ കിട്ടണത് തന്നെ വലിയ കാര്യമാണ്. എന്നുവെച്ചാൽ നമുക്ക് അല്ലെ കറക്റ്റ് പറയേണ്ട കാര്യമാണ്. എന്നുവെച്ചാൽ പലരും ഇങ്ങനെ ടോയ്സ് വാങ്ങിക്കൊടുക്കാന്നല്ലാതെ ഇത്രയും എക്സ്പെൻസീവ് ആണ്. പൈസ ഉണ്ടല്ലോ, ചെലവുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും മുടക്കി തന്നിട്ടുണ്ട്. അപ്പം ഉപ്പ നിങ്ങൾക്ക് ഇത് ഒരു ഗിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ജീപ്പ്. അപ്പൊ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? എങ്ങനെയുണ്ട് ഇപ്പൊ ഇത് കിട്ടിയതിന് ശേഷമുള്ള ഒരു ഇത്?
സന്തോഷം. നല്ല സന്തോഷമുണ്ട്. എങ്ങനെ ഇപ്പൊ നിങ്ങൾ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചാ? ഈ ചെറിയ പ്രായത്തിന് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് 5 വർഷമായിട്ട് ഇപ്പൊ ഇവരെ കൈ തന്നെ ഉണ്ട് വണ്ടി. ഇവരാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഓണർഷിപ്പ് ഇവരാണ്. മുതലാളി ഇവരെന്നെ കൈകളും ഇവരെന്നെ അതിന്റെ പിന്നെ ഇതൊക്കെ ഗ്രീസിന്റെ ഇതൊക്കെ കൊടുക്കുക, എല്ലാ കാര്യങ്ങളും എല്ലാതൊക്കെ ഒരു പഠിച്ചു കഴിഞ്ഞു. ഒരു വണ്ടി, ഒരു വാഹനം എന്താണ്, ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്, ഓടിക്കേണ്ടത് മുതൽ അതിന്റെ കൈകളും അതിന്റെ ഏത് സമയത്താണ് ഒരു ഓയിൽ മാറ്റുന്നതെന്നുള്ളതും അത് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഗ്രീസ് കൊടുക്കണ്ടേ, അതിന്റെ എല്ലാ ഇതുകളും എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു. ഇതിപ്പോ നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരാളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ ആളെ പേര്, സ്ഥലം എന്തെങ്കിലും? അത് എൻ്റെ സുഹൃത്താണ്, ഏറെ വർഷത്തെ ബന്ധമാണ്, ഒരു ആത്മസുഹൃത്ത് എന്നുള്ള നിലയിൽ. പിന്നെ ഒരു സുഹൃത്തിനോടുള്ള ഒരു ബന്ധം എന്നതിലുപരി ഒരു നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിലും. അപ്പൊ ആള് ഇങ്ങനെ വണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണോ? മൂപ്പര് വീട്ടിൽ തന്നെ അതിന്റെ വണ്ടിയെ കുറിച്ച് അറിയാവുന്ന വർക്ക്ഷോപ്പ് മുഖേനുള്ള ഒരു എല്ലാ വർക്കും ചെയ്യേണ്ട ഒരാളാണ്, ചെയ്യുന്ന ആൾ തന്നെയാണ്, പ്രവാസിയാണ്. സക്കീർ എന്നാണ് പേര്. അപ്പൊ നമ്മള് ഇപ്പൊ ആള് നമ്പർ കൊടുത്തതിനപ്പോ നമ്മള് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഒരു വണ്ടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആള് നമ്പർ കൊടുത്താൽ എന്ത് ചെയ്യും, അതുപോലെ ഒരു വണ്ടി ഉണ്ടാക്കി തരും. പരിശ്രമം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങളാണ്, നല്ല സമയം എടുക്കും. നമ്മള് ഇങ്ങനെ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എടുത്ത് പറയാനുള്ളത്. എല്ലാ കാര്യവും ഡീറ്റെയിൽഡ് ആണ്, അത്രയും പെർഫെക്റ്റ് ആണ്. കാരണം എവിടെ നമ്മളൊരു കോംപ്രമൈസ് ചെയ്തിട്ടില്ല, അതാണ് ഇത് പറയാനുള്ളത്. ഇപ്പൊ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ബോണ്ട് തുറന്ന് കാണാം, നമുക്ക് എഞ്ചിൻ കാണിച്ചു കൊടുത്താലോ? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എഞ്ചിൻ ഇപ്പൊ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്? എഞ്ചിൻ ഇത് മോട്ടോർ സൈക്കിളിന്റെ R15 യമഹന്റെ എഞ്ചിനാണ്. പെട്രോൾ ആ ബൈക്കിന്റെ ടാങ്ക് തന്നെ വെച്ചതാ? അതെ, ആ ടാങ്ക് തന്നെ വെച്ചാണ്. ബൈക്കിന്റെ ടാങ്ക് തന്നെ വെച്ചല്ലേ? പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്റർ ഉണ്ട്. റേഡിയേറ്റർ കുഞ്ഞു റേഡിയേറ്റർ. അതെ, കൂളിംഗ് ഒഴിക്കേണ്ടതുണ്ട്. പിന്നെ ചെറിയൊരു ബാറ്ററി. ഇതൊക്കെ ബൈക്കിന്റെ ബാറ്ററി തന്നെ കാണാൻ എല്ലാം. അപ്പൊ ബൈക്കിന്റെ എഞ്ചിൻ സൈഡ് നോക്കണ എല്ലാം ബൈക്കിന്റെ. ഗിയർ ബോക്സ് നോക്കണെങ്കിൽ കാറിന്റെ. പിന്നെ അവിടുന്ന് വിവിധ വാഹനങ്ങളുടെ ഒരുമിച്ച് കൂടി. അപ്പൊ ഇതിൽ പല വാഹനത്തിൽ സോഴ്സ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ആളെ രീതിക്ക് ചെയ്താണോ നമ്മളെ ഐഡിയാസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു? അല്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വേറെ രീതിക്കായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അത് കുട്ടികൾ വലുതായി, പിന്നെ അവർക്ക് എന്താണ് ഒന്നുകൂടി ഒരു പൂർണ്ണതയിലെത്തിയൊരു വാഹനമാണെന്നുള്ളത് കേട്ടുമ്പോ ആ രീതിക്കാണ് ഇപ്പൊ ഇങ്ങനെ രണ്ടാമത് പുതുക്കി ആ രീതിയിൽ ഉണ്ടാക്കിയെടുത്തു. 5 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടി ഇതാക്കിയതാണ്, ഒന്ന് മോഡിഫൈ ചെയ്ത് വൃത്തിയാക്കിയതാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മള് എഞ്ചിന്, അതേപോലെ ഗിയർ ബോക്സ്, എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഇതിന്റെ വൈഫർ വരെ ഉണ്ട്. വൈപ്പർ വരെ വർക്കിംഗ് ആണ്. അതൊക്കെ നമുക്ക് അതിന്റെ വർക്കിംഗ് ഒക്കെ നമുക്ക് ഇന്റീരിയർ എന്നാണ് അതിന്റെ ബട്ടൺ ഒക്കെ കാണിച്ചതാ. ഇത് ഈവൻ നമുക്ക് ഈ ലോക്ക് പോലും നമ്മൾ ആ ജീപ്പിന്റെ അതേ സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ജീപ്പിന്റെ ഒറിജിനൽ പാർട്സ് തന്നെ ആയിരിക്കും? തീർച്ചയായും ഒറിജിനൽ ബോഡിയാണ്. ബോഡി യാതൊരു ഇതും സംഭവിക്കുന്നത് മെറ്റൽ ബോഡിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത്രയും വെയിറ്റ് വരുമ്പോ ഇത്രയും ആള് വെച്ചുമ്പോ ഈ ഒരു എഞ്ചിൻ നമുക്ക് താങ്ങുമോ? തീർച്ചയായും താങ്ങുന്നുണ്ട്. പിന്നെ അതിന്റെ ഗിയറുകളും കാറിന്റെ ഗിയർ ബോക്സ് തമ്മിൽ ഒരുമിച്ച് കണക്റ്റഡ് ആകുമ്പോൾ തീർച്ചയായും പെർഫോമൻസ് അതിന്റെ ഇത് കാണിക്കും. നമ്മൾ ഇതിലിപ്പോ പാർട്സ് ഒക്കെ ഏതൊക്കെ ചെയ്തിട്ടുള്ളത്? പാർട്സ് ഇതിന്റെ ലീഫ് കൊടുത്തിട്ടുണ്ട്, സാധാരണ ജീപ്പിനുള്ള വേണ്ടി 2 ഭാഗത്തുള്ള ലീഫ്. അപ്പൊ ലീഫ് സ്പ്രിംഗ് സെറ്റ് കറക്റ്റ് അതിന്റെ അതില് അതിനായിട്ട് തന്നെ റെഡിയാക്കി, അതെ അതിന് പാകത്തിന് റെഡിയാക്കി വെച്ചാണ്. അപ്പൊ ടയേഴ്സോ? ടയർസ് സാധാരണ നമ്മളെ മഹേന്ദ്രന്റെ ഗുഡ്സ് വണ്ടി കാറ്റഗറി, വലിയ സൈസ് അല്ല, നോർമൽ സൈസ് വരുന്നത്. പിന്നെ അതിന് ഇത് കൊടുത്തിട്ടുണ്ട് ഡിസ്ക് ബ്രേക്ക്. 4 ടയർ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അത് കാറിന്റെ ഡിസ്ക് ബ്രേക്ക് സെക്ക് ചവിട്ടിയാൽ തന്നെ എവിടെ ചവിട്ടിയാലും ശരി നിൽക്കും. 4 കൊടുത്തിട്ടുണ്ട്. അതെ, പിന്നെ മിറർ കൊടുത്തിട്ടുണ്ട് 2 ഭാഗത്തും. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതേ സംഭവം തന്നെ. പിന്നെ ഇതൊക്കെ ഒറിജിനൽ സാധനം കൊടുത്തില്ല, എത്ര ആൾ കയറുന്നാലും ഒരു ഫുഡ് സ്റ്റെപ്പ് കാണാൻ പറ്റും. മെറ്റലാണ് വന്നിട്ടുള്ളത്, അത് ജീപ്പിൽ വരുന്നത് തന്നെയാണ്. പിന്നെ ഡോറ് കാണാൻ പറ്റും. ഇതൊക്കെ ഇതിൽ കസ്റ്റം മെയ്ഡ് ആണ്. അതിന് വേണ്ടിട്ട് നമുക്ക് ഡോറൊക്കെ ഒറിജിനൽ, അതിന്റെ ലോക്ക് ഒക്കെ കണ്ടാല് ലോക്ക് എല്ലാം ഒറിജിനൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മള് ഇനിയിപ്പോ അഥവാ കുട്ടികൾക്ക് ഇങ്ങനെ ഓടിക്കുമ്പോ പുറത്തേക്ക് നോക്കാനോ ഒന്ന് കാറ്റ് കൊള്ളാനോ കാറ്റൊക്കെ കിട്ടാൻ പറ്റിയ രീതിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിയറിൽ നമുക്ക് ലീഫ് സ്പ്രിംഗ് കൊടുത്തിട്ടുണ്ട്? അതെ അതെ, ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ബാക്കിലും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓക്കെയാണ്. പിന്നെ ബാക്കിലായിട്ട് വരികയാണെങ്കിൽ ഈ ഒരു ടൈൽ ലൈറ്റ് നമ്മള് ജീപ്പിന്, അതെ റിവേഴ്സിന്റെ എല്ലാ ഇതുണ്ട്, ലൈറ്റിന്റെ എല്ലാം കൊടുത്തിട്ടുണ്ട്. മഡ് ഫ്ലാപ്പും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറും നല്ല രസമായിട്ട് എന്താ പറയാ, അതില് നമുക്ക് ആ ഒരു ഒറിജിനാലിറ്റി ഒരു ഫീല് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡോറായാലും ഡോറ് നമ്മളെ പഴയ മോഡൽ ഉണ്ടല്ലോ ജീപ്പിനുണ്ടാകുന്ന ആദ്യം തന്നെ ശരിക്ക് ഒറിജിനൽ ആയിട്ട് അടിച്ച് ലോക്കൊക്കെ ഒരു സ്റ്റെപ്പിന് ഇല്ലാത്തൊരു കുറവുള്ളൂ അല്ലേ? സ്റ്റെപ്പിനും കൂടി അതെ സ്റ്റെപ്പിന് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലേ? നമുക്ക് വെക്കാം.
വെക്കാം. പിന്നെ ആ ഒരു ഫുഡ് സ്റ്റെപ്പും കാണാൻ പറ്റും. പക്ക മെറ്റലാണ്. അതൊക്കെ വെക്കാൻ പറ്റില്ല. ഇതൊക്കെ നല്ല അതിലാണ് നമ്മള് ഒരു മിനിയേച്ചർ എന്നുള്ളതാണെങ്കിൽ പോലും നിന്ന് തൂങ്ങിയ പോലും പഴയകാലം ഉണ്ടല്ലോ നമ്മള് ജീപ്പ് അതിലൊന്നും യാതൊരു വിഷയം വരില്ല. അത് ഞാൻ പറഞ്ഞത് വെച്ചാൽ നമ്മള് ഒരു മിനിയേച്ചർ ആണെന്നുണ്ടെങ്കിലും നമ്മള് ഒരു കാര്യത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. എല്ലാം ക്വാളിറ്റി ആയിട്ടാ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സീറ്റ് നോക്കുകയാണെങ്കിലും സീറ്റ് നമുക്ക് സീറ്റ് ജീപ്പിനെ പോലെ തന്നെ അതിന്റെ രണ്ട് സൈഡിലും ഫേസ് ചെയ്ത് സീറ്റ് ഔട്ടല്ലേ ആളുകൾക്ക് രണ്ടാൾക്ക് ഇരിക്കാം. ഇപ്പൊ മക ഇരുന്നിട്ടാലും ഹൈറ്റ് കുഴപ്പമില്ല, ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലേ? ഇല്ല, ഹൈറ്റ് അതിന്റെ ഉള്ളില് ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ ഇത് നമുക്ക് രണ്ട് ഡ്രൈവർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, മുതലാളിമാര്. ഇന്റീരിയർ നമ്മൾ സാധാരണ ജീപ്പിനുള്ള ഇതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ വുഡും ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഉള്ളിൽ ഇന്റീരിയർ ഒക്കെ സാധാരണ ജീപ്പാണ് ലൈറ്റ്. പിന്നെ പറയാനുള്ളത് തന്നെ അത് കുട്ടികൾ കളിക്കുമ്പോൾ അതിലൊരു പിന്നെ കുട്ടികൾക്ക് വാഹനത്തിനോട് ഒരു ക്രൈസ് ഉണ്ടാവില്ല തീർച്ചയായിട്ടും. അപ്പൊ അതിനൊക്കെ നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ടുള്ള ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഓഫ് ആയി കഴിഞ്ഞാൽ ഇഞ്ചിൻ ഓഫായി, എന്നിട്ട് നമ്മൾ ചാവിമേൽ ഓൺ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതുമായി ഇതിന്റെ ഈ ഹീറ്ററിന്റെ ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ പിന്നീട് ഇതിന്റെ ലൈറ്റും ഇതൊക്കെ കുട്ടികളെ കളിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാറ്ററി ഇതൊക്കെ ഡൗൺ ആണെങ്കിലും ഇതൊക്കെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ജീപ്പ് വരെ തന്നെ ക്ലച്ചും ആക്സിലേറ്ററും തീർച്ചയായും ക്ലച്ച് പിന്നെ ബ്രേക്ക് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം പിന്നെ ഹൈ ഗിയർ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ നമ്മളൊരു ഹൈ ഗിയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഗിയർ ഇവിടെയും വരുന്നുണ്ട്. അത് എത്ര സ്പീഡ് വരുന്നത്? ഇതിന്റെ സ്പീഡ് മാക്സിമം ഇതിന് 70 സ്പീഡ്. അല്ല ഗിയർ ബോക്സ് ഇറക്കിയ മറ്റേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇത് ശരിക്ക് പിന്നെ മോട്ടോർ സൈക്കിളിന്റെ ഇതിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഹൈ ഗിയർ കാറിന്റെ ഫസ്റ്റ്ക്ക് ഇതിട്ട് കാണും. ഇത് പിന്നെ ഫസ്റ്റും സെക്കൻഡും നീക്കി ഇത് പിന്നെ അങ്ങനെ തട്ടി കൊടുത്താല് കാറിനെ പോലെ തന്നെ ഇതിങ്ങനെ നീക്കി കൊടുത്താല് തീർച്ചയായും ഇതിന്റെ ഹൈ ഗിയർ ഇങ്ങനെ കയറി പോകും. ഇതിന്റെ ആവശ്യകത വർക്ക് സാധാരണ നമ്മളിപ്പോ ഈ പ്രദേശത്ത് ഓടിക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ശരിക്കും ഇത് മതി. ഈ ബംഗളം കയറ്റം ഇതൊക്കെ ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് കയറാൻ പറ്റും. അത്യാവശ്യത്തിൽ നല്ല ഹൈറേജ് ഭാഗങ്ങളൊക്കെ ആണ് എങ്കിൽ ഇത്രയും ഹൈറേജ് ഭാഗങ്ങൾ എനിക്കൊണ്ട് ഇപ്പോൾ നമ്മളെ ചെരുപ്പടിമല അവിടെയൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും. ഇതിമേ തന്നെയാണ് കുട്ടികൾക്കെല്ലാം ലോക്കും ഇതേപോലെ ഇവിടെ നമ്മള് ജീപ്പിന്റെ മീറ്റർ ഇതിവിടെ സ്പീഡിന്റെ തീർച്ചയായും കിലോമീറ്റർ വർക്ക് സ്പീഡ് കൊടുത്തിട്ടുണ്ട്. എല്ലാം പിന്നെ എണ്ണന്റെ മീറ്റർ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് ലോക്ക് ഓപ്പൺ ചെയ്തുകൊണ്ടുള്ളതുണ്ട്. അങ്ങനെ ചെയ്യാം. പിന്നെ മിററിന്റെ അത് നമ്മള് പറഞ്ഞല്ലോ. പിന്നെ നമ്മള് പിന്നെ ഇതിന്റെ ഇതുണ്ട് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇപ്പുറത്തേക്കും എല്ലാം വർക്കിംഗ് ആണ്. ഇതിലെല്ലാം നമ്മളെ ജീപ്പിന്റെ അതേപോലെ തന്നെ ഇതിലെല്ലാം കാണിക്കുന്നുണ്ട്. എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ബോക്സ് സാധാരണഗതിയിൽ ജീപ്പിനുണ്ടാകുമ്പോൾ തന്നെ സ്റ്റോറേജ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ക്ലീനിങ് ടൂൾസ് അതവിടെ കൊടുത്തിട്ടില്ലേ. അത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ. പിന്നെ ഇവിടെ ഇതിന്റെ ഇഞ്ചൻ ഓയിൽ കൊടുത്തുള്ള ഇവിടെ ഇഞ്ചൻ ഓയിൽ കൊടുത്തുള്ള ഇവിടെ. പിന്നെ ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട് സാധനം വെക്കാനുള്ളത്. പിന്നെ നമ്മള് സാധാരണ ജീപ്പിന്റെ ചോട്ടൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ജീപ്പിന് സാധാരണ ഉണ്ടാവാറുണ്ടല്ലോ, അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു നോർമൽ ജീപ്പ് എങ്ങനെ ജീപ്പിന് വേണ്ടതല്ല, ഒരു വാഹനത്തിന് വേണ്ടതല്ല, ജീപ്പിന് വേണ്ട എന്താണ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. അല്ല നമ്മള് ഒറിജിനൽ ജീപ്പിൽ എന്തെല്ലാം വരുന്നു അതെല്ലാം എല്ലാം നോക്കിയിട്ടുണ്ട്. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല പിന്നെ കൂടുതൽ മൈലേജ് ഉണ്ട്. വാഹനം ഓടിക്കുമ്പോൾ ഒരു ഏകദേശം ഇപ്പൊ നമ്മള് ഈ നടുന്ന വേഗം ആയതുകൊണ്ട് ഒരു 35 കിലോമീറ്റർ ഏകദേശം ബൈക്കിന് അതേപോലെ തന്നെ ഇതിനും കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ആളെ വെച്ച് പോയാലും അത് തന്നെ. അപ്പൊ ഇപ്പൊ നമ്മള് ഹൗസിംഗ് നമ്മള് ജീപ്പിൽ പറയുമ്പോ തന്നെ നമുക്ക് ഇതിലും ഹൗസിംഗ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതില് ഹെവി ഹൗസിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെ ഹെവി ഹൗസിംഗ് ഇവിടെ അടിയിൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല നല്ല കയറ്റം. ഇത് ഏത് വണ്ടിന്ന് എടുത്തത്? ഇത് സാധാരണ മഹേന്ദ്രന്റെ വണ്ടിന്ന് എടുത്താണ്. ഓക്കെ, സൂട്ടബിൾ ആകുന്ന രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് രണ്ട് സൈഡിലും ഡിസ്ക് ബ്രേക്ക് കാണാൻ പറ്റും. പിന്നെ സസ്പെൻഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് എങ്ങനെ ഒരു ജീപ്പ് നമുക്ക് പരിചയപ്പെടാൻ പറ്റി. ഇത് എങ്ങനെ മഹീന്ദ്രയുടെ സൈഡിൽ എന്തെങ്കിലും അവരെന്തെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും റിപ്ലൈ എന്തെങ്കിലും വന്നിരുന്നോ? ഇല്ല, വന്നിട്ടില്ല. അങ്ങനെ നമ്മളെ കയ്യിലായിട്ട് നിങ്ങളെ വല്ലാതെ പുറത്ത് കിടക്കില്ല, കൂടുതൽ പബ്ലിസിറ്റി നമ്മൾ കൊടുത്തു. അപ്പൊ ഈ വീഡിയോ വരുമ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ആനന്ദ് മഹീന്ദ്ര അല്ലെങ്കിൽ മഹീന്ദ്ര ടീം കാണട്ടെ എന്ന് പറയുന്നു. അപ്പൊ എന്തായാലും ഇക്കാനെ പരിചയപ്പെട്ടാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയാലും വളരെ സന്തോഷം. തീർച്ചയായും. അപ്പൊ എന്തായാലും നമുക്ക് ഒരുപാട് തവണ കാത്തിരുന്ന്
വിളിച്ചു. അതുകൊണ്ട് സമയം കിട്ടിയില്ല. അപ്പോഴാണ് ഇന്നാണ് ഇതിനൊരു സമയം കിട്ടുന്നത്. സംഭവിച്ചിട്ട് നമ്മളെന്താ പറയാ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് നമ്മളെ നാട്ടില് കാരണം നമ്മള് ഞാൻ കോട്ടക്കലാണ്. അപ്പൊ ഭയങ്കര ഇങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ട് പറഞ്ഞപ്പോ നമ്മൾ എന്തായാലും കാരണം നമ്മള് വണ്ടി ഭ്രാന്തന്മാർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പൊ എന്തായാലും ഒരു മിസ്സാക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിരുന്നത്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമുക്ക് കുറെ ഗ്യാപ്പ് എടുത്താലും എന്നാലും നമ്മൾ നല്ലപോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. തീർച്ചയായും സന്തോഷം. അതെ. അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു സ്ഥലം കിടിലം വേണ്ടിയിട്ടും കിടിലം വേണ്ടിയിട്ട് വരാം. അതുവരെക്കും ബൈ ബൈ.